സഹോദരിയുടെ 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന് പിന്നിൽ അന്ധവിശ്വാസം എന്ന വിലയിരുത്തൽ ശക്തമാകുകയാണ്. അറസ്റ്റിലായ ഹരികുമാർ പരസ്പര വിരുദ്ധമായി പ്രതികരിക്കുന്നതിനാൽ പോലീസ് ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. അതിനിടെ വീട്ടിൽ മന്ത്രവാദം നടത്തിയ ജോത്സ്യനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ദേവേന്ദു ജനിച്ചതിന് ശേഷമാണ് ആ വീട്ടിൽ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായതെന്ന് കരിക്കകം സ്വദേശി ശംഖുമുഖം ദേവിദാസൻ എന്ന ജോത്സ്യൻ പറഞ്ഞിരുന്നു. ഇതാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഹരികുമാർ പോലീസിനോട് പറഞ്ഞത്. പൂജാരി പറഞ്ഞ പ്രകാരമാണ് കൊല നടത്തിയതെന്ന് ഇയാൾ ആദ്യ ദിവസം തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഇയാൾ മൊഴി മാറ്റുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ പൂജാരിയായ ആർ പ്രദീപ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. 2 ആഴ്ച മുമ്പ് അവിടെ പൂജ നടത്തുന്നതിനിടെ ശ്രീധുവിന്റെ വീട്ടിൽ നിന്ന് 36 ലക്ഷം രൂപ കളവ് പോയെന്ന് കാണിച്ച് ബാലരാമപുരം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൂജാരിയെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് റൂറൽ SP സുദർശനൻ പറയുന്നു. പക്ഷേ ഇതിൽ തെളിവൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ശംഖുമുഖം ദേവിദാസൻ എന്ന് അറിയപ്പെടുന്ന പ്രദീപിനെ വിട്ടയച്ചു. ആരോപണങ്ങൾ പ്രദീപ് നിഷേധിക്കുകയും ചെയ്തു. ദേവേന്ദുവിന്റെ കൊലപാതക അന്വേഷണം പോലീസിന് വെല്ലുവിളിയാകുന്നുണ്ട്. കുഞ്ഞിനെ കൊന്നത് താൻ മാത്രമാണെന്ന ഹരികുമാറിന്റെ മൊഴി ഇപ്പോഴും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഹരികുമാർ പറയുന്നതൊന്നും സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ്. പ്രതി അടിക്കടി മൊഴിയും മാറ്റുന്നു. തനിക്ക് ഉൾവിളി ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ കിണറ്റിലേക്ക് ഇടുകയായിരുന്നു എന്നാണ് ഒടുവിൽ ഹരികുമാർ പറഞ്ഞത്. ഒരു മൊഴി നൽകി നിമിഷങ്ങൾക്കകമാണ് പ്രതി വീണ്ടും അത് മാറ്റി പറയുന്നത്. മാത്രമല്ല കുട്ടിയുടെ അമ്മയും ഹരികുമാറിന്റെ സഹോദരിയുമായ ശ്രീധുവിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. ഒരാഴ്ച മുമ്പാണ് ഹരികുമാറിന്റെ അച്ഛൻ ഉദയകുമാർ മരിച്ചത്. ഇതിലും ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ചും പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ ശ്രീധുവിന് തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതിക്ക് തോന്നിയെന്നും കുഞ്ഞിന്റെ കരച്ചിൽ പ്രതിക്ക് അരോചകമായി മാറിയെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതും ഈ വിരോധത്തിന് കാരണമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊലപാതകത്തിൽ ജോത്സ്യന് പങ്കുള്ളതായി തെളിവില്ലെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം പണം വാങ്ങിയെന്ന ആരോപണം ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസനും നിഷേധിച്ചു. ജോത്സ്യന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ ഉപദേശം ഈ കൊലപാതകത്തിനുള്ള പ്രേരണ നൽകിയോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്നാൽ കള്ളപ്പരാതിയാണ് ശ്രീധു നൽകിയതെന്നാണ് ജോത്സ്യൻ പറയുന്നത്. ഹരികുമാർ കോവിഡിന് മുൻപാണ് 1.5 വർഷത്തോളം തന്റെ സഹായിയായി ജോലി ചെയ്തതെന്നും അതിനുശേഷം ആ കുടുംബവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ദേവിദാസൻ പറയുന്നു. എന്തായാലും നഷ്ടപ്പെട്ട കൂടുതൽ വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കുന്നതോടെ ഈ കേസിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ശ്രീധു കള്ളം പറയുന്ന ആളാണെന്നും ഹരികുമാർ ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്യില്ലെന്നുമാണ് അവരുടെ അയൽവാസികളെല്ലാം പറയുന്നത്.